ആരാ മക്കളെ ഇത്രയും പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത്? അമ്മയാണച്ച. മാസം 360 രൂപയോ? അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയേക്കച്ച. ഞാൻ അയക്കുന്നത് ഇന്ന് ഇത്രയും രൂപ എങ്ങനെ ഭാനു പത്രത്തിന് കൊടുക്കുന്നെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. അത് അച്ഛാ, ഞാൻ ഇവിടുന്ന് അങ്ങനെ അധികം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ. പാർട്ടി ഓഫീസിലെ പരിപ്പോടെയും ചായ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. ഇത് അമ്മ എന്റെ ഭക്ഷണത്തിൽ നിന്ന് ലാഭിക്കുന്നതാ. ബഡ്ജറ്റിൽ ഗംഭീര നികുതി ഇളവ്. കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ്. വിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഉള്ളിയുടെ വില കുതിച്ചുയർന്നു. കൊച്ചി ആഗസ്റ്റ് 17. 3 മാസം മുൻപ് വരെ 40 കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് 70 രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം 8 ഇരട്ടിയായി വർദ്ധിച്ച് 540 രൂപയായിരിക്കുന്നു. പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളായ വെണ്ണ, ചീസ്, ചീപ്പ്, കത്രിക തുടങ്ങിയവയുടെയും വില കുറഞ്ഞു. പൗഡർ, സുഗന്ധദ്രവ്യങ്ങൾ, തുണി തിന്നാൻ ഉപയോഗിക്കുന്ന സൂചി തുടങ്ങിയവയുടെയും വില കുറച്ചു. ഇനി ജനങ്ങൾക്ക് രാവിലെ ഉച്ചക്കും രാത്രിയിൽ ഇഷ്ടം പോലെ സൂചി വാങ്ങി തിന്നാലോ. അച്ഛ, ഇത് കണ്ടോ? ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കാണ്. പോലീസ് നിർവീര്യമായി നിൽക്കുക. പഴയ സർക്കാർ തന്നെയാണ് അധികാരത്തിലിരിക്കുന്നതെന്ന് കരുതിയാണ് പോലീസിന് യാതൊരു ജാഗ്രതയും ഇല്ലാത്തതെന്ന് മുഖ്യമന്ത്രി. എല്ലാം ശരിയായി വരാൻ കുറച്ച് സമയം പിടിക്കും. ഇന്ന് സ്കൂൾ സമരം വല്ലതും ഉണ്ടോ പത്രത്തില്? ഇന്നൊന്നും കാണുന്നില്ല. പക്ഷേ വലിയൊരു സമരം വരാനിരിക്കുന്നുണ്ട്. എല്ലാം തകിടം മറിക്കുന്ന വിമോചന സമരം. ഒരു ബസ് കണ്ടക്ടറും സ്കൂൾ കുട്ടിയും തമ്മിൽ എന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടു. ഇന്ന് സമരമൊന്നും ഇല്ലല്ലേ? കഷ്ടായിപ്പോയി. വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങൾ പാഠം പഠിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്